അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒറ്റ ദിവസത്തെയല്ല, 2-3 ആഴ്ചയിൽ ഞാൻ പ്രൊഡക്റ്റീവായിട്ട് ചെയ്തേക്കുന്ന കാര്യങ്ങൾ മാത്രം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ന്യൂ ഇയറിന് ശേഷം ഞാൻ ന്യൂ ഇയറിന് ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഫസ്റ്റ് തന്നെ ഗൈസ്, ഇതാണ് എൻ്റെ പുതിയ ഡയറി. നല്ല ക്യൂട്ടാണ്. ഞാനിതിൽ ഓൾറെഡി കുറേ പേഴ്സണൽ ഡയറി അന്നന്നത് എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ അടിയിൽ നമുക്ക് ടു ഡു ലിസ്റ്റ് എഴുതാനുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഡയറി എടുത്തത്. അപ്പോൾ ഇന്നത്തേക്ക് നമ്മളിത് ടു ഡു ലിസ്റ്റ് എഴുതുന്നതാണ്. പഠിക്കാൻ എന്നാണ് എൻ്റെ ഈ ഇയറിലത്തെ മെയിൻ ഗോള്. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിക്കാനുള്ള ഓരോ കാര്യങ്ങളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ് കാണണം, അത് പഠിക്കണം എന്നൊക്കെ ഇയറിൻ്റെ തുടക്കം മുതൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 11-ാം തീയതി എടുത്തുകൊണ്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ ഇയർ തുടങ്ങിയിട്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ എൻ്റെ ഇയറിലേക്ക് ഉണ്ടാക്കിയ ബുള്ളറ്റ് ജേർണൽ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന്. പിന്നെ ഞാനിത് എൻ്റെ ഒരു ഗോൾസ് പേജ് പോലെ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ മന്ത്ലി റിയലൈസേഷൻ പറഞ്ഞിട്ട് ഓരോ മാസത്തേക്കും ഓരോന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടൻറ്റ് ട്രാക്കർ, കണ്ടൻറ്റൊക്കെ ട്രാക്ക് ചെയ്യണം, ഒരിത്തിരി മെച്ചപ്പെടുത്തണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുപോലെ അവിടെ എഴുതി വെച്ചു. പിന്നെ എൻ്റെ ഗ്രേഡ്സിൻ്റെ ഒരു എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത്. പിന്നെ എൻ്റെ യൂട്യൂബ് പ്ലാനറിലും ഞാൻ കുറേ മെച്ചങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ദിവസം നമ്മുടെ ചെടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒതുക്കി വെക്കണമായിരുന്നു. അപ്പോൾ അവിടെ ഷേപ്പൊക്കെ ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് ഓരോ കട്ടിങ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനെൻ്റെ റൂമിൽ ഈ ഒരു മണി പ്ലാന്റ് ആയിരുന്നു വെച്ചേക്കണത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് തന്നെയല്ലേ എന്ന് വിചാരിച്ച് നമ്മളത് മാറ്റി ഈ ചെടിയാക്കിയിട്ടുണ്ട്. ഈ ചെടി അവിടെ വെറുതെ ഇരിക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ നമ്മൾ ഇവിടെ കൂടി ഐസ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഐസും വാങ്ങി കഴിച്ച്. പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റിൽ ഫസ്റ്റായിട്ട് എഴുതിയ കാര്യം ക്ലാസ് കാണലായിരുന്നു. അങ്ങനെ നമ്മൾ ക്ലാസ് കാണാതിരുന്നിട്ടുണ്ട്. സ്കൂളിലാണെങ്കിൽ ആനുവൽ ഡേ ഒക്കെ ആയിട്ട് ആ സമയത്തൊന്നും സ്കൂളിലൊന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ക്ലാസ് കണ്ട് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ നോക്കിയിരുന്ന് പഠിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇനി ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ ഈ സെയിം ടെക്സ്റ്റ് ബുക്ക് തന്നെയായിരിക്കും കാണാൻ പോകുന്നത്. കാരണം ഈ ചാപ്റ്റർ ഒരിത്തിരി ഭയങ്കര വലുതാണ്. അപ്പോൾ ഫുൾ ടൈം ഇത് തന്നെയായിരുന്നു ഈ ആഴ്ച പഠിച്ചുകൊണ്ടിരുന്നത് വെച്ച്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു മിൽക്ക് ബണ്ണെന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങിച്ച്. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ അന്ന് വീഡിയോ എടുത്തത്. പിന്നെ പിറ്റേ ദിവസമായപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കണം. പിറ്റേ ദിവസമല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. ഇപ്പോഴും ആ ചെടിയൊക്കെ വെട്ടിയത് കൊണ്ട് ഞാനിവിടെ കുറേ പഴയ സെറാമിക് പോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് വെക്കണതാണ്. ഭയങ്കര ഡേർട്ടി ആയിട്ടിരിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ തുടച്ച് വെക്കണതാണ്. ഇതേപോലത്തെ ഓരോ പോട്ടിൽ ഓരോ ചെടികളൊക്കെ സെറ്റാക്കി വെക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഞാനിതൊക്കെ തുടച്ച് അതിൻ്റെ അത് ചെടിയൊക്കെ വെച്ച് നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ കുറേ നേരം വെറുതെ വേസ്റ്റ് ചെയ്തിട്ട് പിന്നെ 2:30ക്കാണ് ഞാൻ ഒരു നേരം പഠിക്കാനിരുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ എഴുതിയത് കുറച്ച് പഠിച്ച്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ നമ്മൾ കുറേ നേരം പഠിച്ചുകൊണ്ടിരുന്ന്. പിന്നെ നമ്മൾ അപ്പം തന്നെ എഴുന്നേറ്റ്. കാരണം 2:30 നമ്മുടെ ഇവിടേക്ക് 2:30 ആകുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ അപ്പം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനും പോയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ആവശ്യത്തിന് ഒരിത്തിരി നേരം പഠിച്ചിട്ട് നമ്മളിതേ ഫുഡൊക്കെ കഴിച്ച് പിന്നെ റെക്കോർഡ് ചെയ്തത് ചായ കുടിക്കുമ്പോഴാണ്. എന്താണെന്നറിയില്ല, അവിടെ നിന്ന് തൊട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്യണത്. ഞാൻ സെറ്റ് ചെയ്ത ചെടി ആയതുകൊണ്ട് ഞാൻ അവിടെ പോയി ചായയൊക്കെ കുടിച്ച്. പിന്നെ ഒരിത്തിരി പോപ്കോൺ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ടിരിക്കണതാണ്. അങ്ങനെ പോപ്കോണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പഠിക്കാൻ കയറിയിട്ടുണ്ട്. പിന്നെ 8:45 പഠിക്കാനിരുന്നപ്പോൾ. 2:30ക്ക് പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ 8:45 പഠിക്കണത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പഠിക്കാൻ ഭയങ്കര മടിയുമുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും മോട്ടിവേഷനൊക്കെ കണ്ട് പഠിക്കാനിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ വരെ പഠിച്ച് എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡയറിയിൽ ടു ഡു ലിസ്റ്റൊക്കെ മാർക്ക് ചെയ്യണ്ടേ. നമ്മൾ ക്ലാസ് കണ്ടെന്ന് ഞാൻ മാർക്ക് ചെയ്ത്. പക്ഷേ ബയോളജി ക്ലാസ്സിനെ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കത് നാളെ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചു. പിന്നെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്
ഇത് ഞാൻ 6 മണിക്കാണ് ഷൂട്ട് ചെയ്യുന്നത്, വൈകുന്നേരം. അപ്പോൾ അന്ന് നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതുന്നതാണ്. സ്കൂളൊക്കെ വിട്ട് വന്നാൽ ഇച്ചിരി പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നപ്പോൾ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതുന്നത്. ടു ഡു ലിസ്റ്റ് അവിടെ 3 എങ്ങനെയും കൊള്ളിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും വെറുതെ മാത്സ് ക്ലാസ് കാണണമെന്ന് വെറുതെ ആഡ് ചെയ്ത്. പക്ഷേ അതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അതിന് നമ്മൾ വീണ്ടും ആ സെയിം ചാപ്റ്റർ തന്നെ പഠിക്കാനിരുന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും പഠിക്കുമ്പോൾ ഫസ്റ്റ് പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യും. അപ്പോഴത്തേക്കും നമുക്കിന്ന് കുറച്ച് കേക്കൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ച് പഠിക്കാനിരുന്നപ്പോൾ തന്നെ നമ്മൾ കേക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം കേക്കൊക്കെ കഴിച്ച് പഠിക്കാനിരുന്നപ്പോൾ തന്നെ ബ്രേക്കൊക്കെ എടുത്ത് കുറച്ച് നേരം കേക്കൊക്കെ കഴിച്ചിരുന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാനിരുന്ന്. എങ്ങനെയും നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം, കാരണം അത്രയും വലിയ ചാപ്റ്ററാണിത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പഠിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഒരു ഓറഞ്ച് കഴിച്ച് ഹെൽത്തി ആയിട്ട്. ഞാനിപ്പോൾ ആവശ്യത്തിന് കുറച്ച് നേരം പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക് എടുത്തത്. നേരത്തെ നമ്മൾ പഠിക്കാനിരുന്നപ്പോൾ തന്നെ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഓറഞ്ചൊക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഓറഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പഠിക്കാനുള്ള മൂഡ് പോയി. അങ്ങനെ ഒരു ഡാർക്ക് ഫാൻറ്റസി കഴിച്ചിട്ട് നമ്മൾ പഠിക്കാനുള്ളത് നിർത്താമെന്ന് വിചാരിച്ച് കുറച്ച് നേരം പോയി ഉമ്മാനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ പെട്ടെന്ന് അങ്ങോട്ടൊരു മൂഡ് വരാത്തതുകൊണ്ട് കുറച്ച് പെൻസിൽ വെച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബുക്കിൽ. അങ്ങനെ അതൊക്കെ നമ്മൾ പെന്ന് വെച്ച് എഴുതി അതൊക്കെ പഠിച്ച് പിന്നെ നമ്മൾ വീണ്ടും ടെക്സ്റ്റിലത്തത് പഠിക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരാഴ്ചയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന്. അപ്പോൾ ഒരു ദിവസം ഞാൻ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ അത് പഠിക്കലാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഫുൾ പഠിക്കൽ മാത്രമായിരിക്കുന്നത്. അങ്ങനെ മാത്സിൽ ചെറിയൊരു എക്സാം ഉണ്ടായിരുന്നു, നമ്മൾ അത് പഠിച്ചു. പിന്നെ നമ്മൾ ടു ഡു ലിസ്റ്റൊക്കെ നമ്മൾ ടിക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് റെഡ് ക്രോസിൻ്റെ സെമിനാറായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ 2 മണിയായപ്പോൾ വീട്ടിൽ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് സെമിനാറിന് പോയപ്പോൾ കുറേ സാധനങ്ങൾ തിന്നാൻ തന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ അവിടെ നിന്ന് തിന്നില്ല, ഞാനെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ഞാൻ നമ്മുടെ ഒരു അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. ആ അസൈൻമെൻറ്റൊക്കെ എഴുതി നമ്മൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡയറിയിൽ റെഡ് ക്രോസ് സെമിനാറൊക്കെ മാർക്ക് ചെയ്ത് അതിനെക്കുറിച്ച് ചെറിയൊരു ഡയറിയും എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇനി വേറൊരു ദിവസം കാണിക്കാം. ഇത് നമ്മൾ കോഫിയൊക്കെ ഉണ്ടാക്കി കുറച്ചും കൂടി പ്രൊഡക്റ്റീവായി പഠിക്കാനിരിക്കാം എന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നു. അങ്ങനെ നമ്മൾ കോഫി ഉണ്ടാക്കണതാണ്. ഞാൻ ഈ കുറേ എസ്തെറ്റിക് വ്ലോഗ് കണ്ടിട്ട് ഇങ്ങനെ കോഫി ഉണ്ടാക്കണം എന്നെനിക്ക് വളരെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഈ മിക്സ് ചെയ്ത അവർ പതയണത് പോലെ തന്നെ പതയാറില്ല. അപ്പോൾ പിന്നെ ഞാൻ ഉള്ളത് വെച്ച് ഓണം എന്ന് പറയുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യും. എനിക്കും ആ ഫ്രോദർ വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴേലും വാങ്ങി ഇതേപോലെ നമ്മൾ കോഫി ഉണ്ടാക്കും. അപ്പോൾ അത് ശരിയാവില്ല നേരത്തെ അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ സാധാ കോഫി ഉണ്ടാക്കുന്ന രീതിയിൽ പാൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കോഫിയൊക്കെ കുടിച്ച് വീണ്ടും പഠിക്കാനിരിക്കണേണ്. അങ്ങനെ ഞാൻ ഗ്ലാസ്സൊക്കെ ഒന്ന് കാണിച്ചിട്ട് പിന്നെ വീണ്ടും കോഫി എടുത്ത് ബാക്കി പഠിക്കാനിരിക്കണേണ്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം തീരാറായിട്ടുണ്ട് ചാപ്റ്റർ. ഭയങ്കര വലിയ ചാപ്റ്ററാണ്.
അങ്ങനെ നമ്മൾ കുറച്ച് നേരം കോഫിയൊക്കെ കുടിച്ച് ലാസ്റ്റ് ടോപ്പിക്കിലൂടെ സ്പീഡായി പോയിട്ടിരിക്കണായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വിളിച്ച്. ഫുഡ് കഴിച്ചാൽ ഞാൻ സാധാരണ പഠിക്കാറില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. പിന്നെ ഒരു ഞായറാഴ്ചയാണ്. പിന്നെ ഞാൻ 4 മണിയായപ്പോൾ പഠിക്കാനിരുന്നു. 4 മണിയായപ്പോൾ നമ്മുടെ എല്ലാം പഠിച്ചു കഴിഞ്ഞ് ആ ദിവസത്തെ. അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ റീൽസിലെല്ലാം സ്റ്റഡി മെത്തേഡ് കാണുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ 7 ദിവസം 12 ദിവസം അങ്ങനെ ഒരു ടൈം ലൈൻ വെച്ചിട്ട് റിവൈസ് ചെയ്യണമെന്ന്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു പേജ് ഉണ്ടാക്കണതാണ്, റിവിഷൻ പേജ്. അപ്പോൾ അന്നത്തെ ദിവസം വീട്ടിൽ വെറുതെ ഇരുന്നുകൊണ്ട് ഞാൻ ചെയ്ത ഒരു ഐഡിയ ആണ് ഇത്, റിവിഷൻ ലോഗ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഏത് സബ്ജക്റ്റ് ആണെന്നും ഏത് ചാപ്റ്റർ ആണെന്നൊക്കെ നോക്കിയിട്ട് അത് 7 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് നമ്മൾ എഴുതി വെക്കും. അപ്പോൾ അന്ന് റിവിഷൻ ചെയ്താൽ നമ്മൾ അവിടെ ടിക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് ഞാൻ ഈ വർഷം തുടക്കത്തിൽ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ചെയ്ത ഒരു സാധനമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് സബ്ജക്റ്റാണ് ആ സബ്ജക്റ്റ് മിസ്സുമാരെടുത്ത ഡേറ്റ്, അന്ന് മിസ്സ് ഏതൊക്കെ പേജ് കവർ ചെയ്ത് എന്തൊക്കെ ടോപ്പിക്കാണ് കവർ ചെയ്തതെന്നൊക്കെ എഴുതി വെച്ചു. പിന്നെ നമ്മൾ ക്ലാസ് കണ്ടോ, പിന്നെ പഠിച്ചു കഴിഞ്ഞ ദിവസം അതൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പേജ്. ഇത് നമ്മൾ എല്ലാ ദിവസവും കേൾക്കാറ്, അന്നന്ന് എടുക്കണത് അന്നന്ന് തന്നെ പഠിക്കണം എന്ന് പറയാറില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.